കണ്ടിട്ടൊരു പള്ളിപ്പെരുന്നാൾ വൈബൊക്കെ തോന്നുന്നുണ്ടോ? ദാ ഈ നീണ്ട് കത്തി നിൽക്കുന്ന വെള്ളച്ചെടിയാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടെങ്കിലും സംഭവം ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ട മെയിൻ ഐറ്റം എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഉണക്ക ചുള്ളിക്കമ്പ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ വീടും പറമ്പും ഒക്കെ വൃത്തിയാക്കാൻ വന്ന ചേട്ടൻ വെട്ടിയിട്ടിരുന്ന ഒരു മരത്തണ്ട് കണ്ടു, ഞാൻ ഇനി എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയൊരു മരത്തണ്ടയിൽ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. അത് ആ ഷെൽഫിൽ ആദ്യം ഞാൻ കാണിച്ചത്. അതിന്റെ വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ റെക്കോർഡ് കൊടുക്കാഞ്ഞതാണോ എന്നതാ സംഭവം എനിക്ക് അറിയത്തില്ല. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ എന്റെ ഫോണിലില്ല. അതിന്റെ വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ ഒരെണ്ണം ഉണ്ടാക്കിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ വീഡിയോ പോയത് നന്നായി. അല്ലാരെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു സാധനം പിന്നീട് ഉണ്ടാക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് അതിനേക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ. സംഭവം വളരെ സിമ്പിൾ ആണ്. ആകെ വേണ്ടത് ഒരു മരത്തണ്ട്, പിന്നെ ദാ ഇതുപോലെ പെറ്റൽസ് ആക്കി എടുത്തേക്കുന്ന കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്, ഗ്ലൂഗൺ. ഇതിന് ഗ്ലൂഗൺ തന്നെ വേണം. മരത്തണ്ട് അങ്ങോട്ട് എടുക്കുക, ടിഷ്യൂ പേപ്പർ അറഞ്ചും പുറഞ്ചും ഈവൻ ആയിട്ടും അൺഈവൻ ആയിട്ടും എങ്ങനെയെങ്കിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഫൈനൽ റിസൾട്ട് എങ്ങനെ ഒട്ടിച്ചാലും അടിപൊളിയായിരിക്കും. മറ്റേതിന്റെ വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയത്. കാരണം മറ്റേത് വെറുതെ വെള്ള ടിഷ്യൂ പേപ്പർ എടുത്ത് അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. ഇത് ഞാൻ കളറൊക്കെ ചെയ്തിട്ടാ ചെയ്തത്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫെയറി ലൈറ്റ് ചുറ്റി കൊടുക്കുക. പിന്നെ ദാ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ചെറിയ ചുള്ളിക്കമ്പ് കൊണ്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത്. ആ ഒരു ഡിഫറൻസ് ഈ വീഡിയോയിൽ തന്നെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ലൈറ്റ് ഐറ്റംസും കൂടെ ഞാൻ ഒരുമിച്ചൊന്ന് കത്തിച്ച് നോക്കി. പള്ളിപ്പെരുന്നാൾ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.